അഥവാ പല്ലിൻ്റെ പോടുകൾ. എങ്ങനെയാണത് ഉണ്ടാവുന്നത് പല്ലിൽ? അപ്പോൾ മെയിൻലി ആയിട്ട് നമ്മുടെ ഡെൻ്റൽ ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുവറായിട്ടൊരു ഓറൽ ഹൈജീനും ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രഷിങ് പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ രീതി തെറ്റാവുമ്പോൾ ഉണ്ടാവും. എന്നാൽ ചിലർ പറയും ഞാൻ ദിവസത്തിൽ 2 തവണ ബ്രഷ് ചെയ്യുന്നുണ്ട്, എപ്പോൾ ഫുഡ് കഴിച്ചാലും ഞാൻ ബ്രഷ് ചെയ്യുന്നുണ്ട്. അവരിലും ഡെൻ്റൽ ക്യാവിറ്റീസ് കാണപ്പെടുന്നു. എന്തായിരിക്കും ഡെൻ്റൽ ക്യാവിറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺസ്? ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മിസ്അലൈൻമെൻറ്റ് ഓഫ് ദ ടീത്ത് എന്ന് പറഞ്ഞാൽ നിരതെറ്റിയ പല്ലുകളുടെ പ്രസൻസ് കാരണം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ബ്രഷിന് എല്ലാ ഭാഗത്തേക്കും എത്താൻ കഴിയുന്നില്ല. പല്ലിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിനെ പൂർണ്ണമായിട്ടും നിരതെറ്റിയ പല്ലുകളിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ പാർഷ്യലി ഇറപ്റ്റഡ് ആയിട്ടുള്ള പല്ലുകൾ എന്ന് പറഞ്ഞാൽ പകുതി മോണയ്ക്കുള്ളിലാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കുടുങ്ങിക്കിടക്കുന്നത്. മെയിൻലി നമ്മുടെ ഒരു വിസ്ഡം ടൂത്ത്, 3ാമത്തെ അണപ്പല്ല്, അത് മിക്ക ആൾക്കാരിലും പകുതിയെ പുറത്ത് കാണത്തുള്ളൂ. അതിൻ്റെ മുകളിൽ ഒരു സോഫ്റ്റ് ടിഷ്യൂ കവറിങ് കാണും. ചിലപ്പം അത് തിരിഞ്ഞോ അല്ലെങ്കിൽ കുറച്ച് അതിന് നിൽക്കേണ്ട പൊസിഷനിലല്ലായിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയങ്ങളിലും ആ പല്ലിൽ കേടുകളൊക്കെ കാണാം. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഇൻടേക്ക് കാരണം, മെയിനായിട്ടും ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അപ്പോൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഷുഗർ ഉണ്ട്, അതിനകത്തൊരു ആസിഡിക് ഒരു എൻവയോൺമെൻറ്റും ആ ഒരു ഷുഗറി ഡ്രിങ്ക്സിനകത്തുണ്ട്. അപ്പം ഈ ഒരു ആസിഡിക് ആൻഡ് ഷുഗറി എൻവയോൺമെൻറ്റ് വരുമ്പോഴും എന്താണ്, പല്ലിൻ്റെ ഇനാമൽ ഡിസൊല്യൂഷൻ ചെയ്ത് പോവുകയും അത് വഴി പല്ലിൻ്റെ സർഫസ് ഇറഗുലർ ആവുകയും ഭക്ഷണം അവിടെ പറ്റിപ്പിടിച്ചിരിക്കുകയും തുടർന്ന് അത് വീണ്ടും എന്താകും, കേടുകളായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ മോണരോഗത്തിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മോണ താഴേക്ക് ഇറങ്ങുന്നു. അപ്പോൾ പല്ലിൻ്റെ ഇടകളിൽ ചെറിയ വിടവുകൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ ഒരു ഏരിയയിലും ഭക്ഷണം കുടുങ്ങിയിരുന്ന് വളരെ കാലമായിട്ട് ഇങ്ങനെ ഭക്ഷണം കുടുങ്ങിയിരുന്നിട്ട് അവിടെ കേടുകൾ പ്രത്യക്ഷപ്പെടാം.